ഏറ്റവും കൂടുതൽ മാർക്ക് പ്ലസ് ടുവിൽ നഷ്ടമാവാനുള്ളത് ഏത് വിഷയമാണെന്ന് വെച്ചാൽ അത് ഞാൻ കണ്ണും പൂട്ടി പറയും, അത് ഇംഗ്ലീഷ് തന്നെയാണ്. അതെന്താ സാറേ, ഇംഗ്ലീഷ് അത്ര പഠിക്കാനൊന്നുമില്ല? പഠിക്കാനില്ല, ശരിയാണ്. കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ കൊമേഴ്സുകാർക്കാണെങ്കിൽ അക്കൗണ്ടൻസി ആവട്ടെ, ബിസിനസ് സ്റ്റഡീസ് ആവട്ടെ, ഇതിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങിയവരും അല്ലെങ്കിൽ A+ വാങ്ങിയവരാവട്ടെ. ഇനി നിങ്ങളുടെ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എക്കണോമിക്സ്, ഹിസ്റ്ററി ഇതായിരിക്കും നിങ്ങളുടെ കോർ സബ്ജക്റ്റ് അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റ്. അതിലും നിങ്ങൾ A+കളോ അല്ലെങ്കിൽ ഫുൾ മാർക്കുകൾ വാങ്ങിയവരാവട്ടെ, അവർക്കും A+ പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഫുൾ മാർക്ക് പോയിട്ടുണ്ടാവുക. അത് ഏത് വിഷയമാണെന്ന് ചോദിച്ചാൽ അതെൻ്റെ പൊന്നാര മക്കളെ ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷ് തന്നെയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് മാർക്ക് കുറയുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി വെക്കേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ മാർക്ക് കുറയുന്നു, എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ മാർക്ക് കുറയുന്നു, ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്തു. ആ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ആ കുട്ടിക്കും 1200-ൽ 1198 മാർക്ക് കിട്ടി. നമ്മുടെ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കൃത്യമായി നമ്മുടെ ആപ്പ് യൂസ് ചെയ്ത് ആപ്പിനെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് പഠിച്ച കുട്ടിയാണ്. ഏതെന്ന് പറയുന്നത് ദേവനന്ദ എന്നുള്ള കുട്ടി. ആ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പിന്നെ ആ കുട്ടി ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് 1200-ൽ 1200 ആയി. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഇംഗ്ലീഷിൽ എനിക്ക് എന്ത് ചെയ്തു, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയപ്പോൾ കുറച്ച് മിസ്റ്റേക്കുകൾ വരുത്തിയിരുന്നു, അങ്ങനെയാണ് എൻ്റെ 2 മാർക്ക് പോയതെന്ന് പറയും. ആ മിസ്റ്റേക്ക് ഞാൻ പിന്നെ തിരുത്തിയപ്പോൾ എനിക്ക് ഫുൾ മാർക്ക് കിട്ടി, 200-ൽ 200 കിട്ടി. ആ മിസ്റ്റേക്കുകൾ എന്താണെന്നും ആ മിസ്റ്റേക്കുകൾ നിങ്ങൾക്കിനി സംഭവിക്കരുതെന്ന് ആ കുട്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ട് നമ്മൾ നാളെ, അതായത് വെള്ളിയാഴ്ച ജൂലൈ 25-ാം തീയതി മക്കളെ, നമ്മുടെ പ്ലസ് ടുവിലെ മക്കൾക്ക് വേണ്ടിയിട്ട് കൃത്യം 7:30 നമ്മുടെ നെയിം സാർ നിങ്ങൾക്ക് ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. 1 രൂപ കൊടുക്കണ്ട, 0 പൈസ, വെറും 0. അതായത് നിങ്ങൾ 1 രൂപ കൊടുക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ അതേ ഒരു ലിങ്ക് ഉണ്ടാവും, വെബിനാറിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. വേറെ ഒന്നും ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുക. നാളെ കൃത്യം 7:30 ആ ലിങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും, കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. വെറും 20 മിനിറ്റാണ്. നിങ്ങളുടെ ലൈഫിലെ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് വാങ്ങണം. അത് പ്ലസ് 1-ൽ നിങ്ങൾക്ക് എന്ത് മാർക്കും ആയിക്കോട്ടെ, പ്ലസ് 2-ൽ ഇനി ആ മിസ്റ്റേക്കുകൾ പറ്റരുത്. ഇംഗ്ലീഷിൽ മിസ്റ്റേക്ക് പറ്റരുത്. ഇംഗ്ലീഷും മറ്റുള്ള വിഷയങ്ങളും, ഇംഗ്ലീഷാണ് നമ്മുടെ പേഴ്സൻറ്റേജ് ഓർക്കുക. ഡിഗ്രിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ ഇംഗ്ലീഷും നോക്കും. അപ്പോൾ മാർക്ക് കുറയാൻ പാടുണ്ടോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മക്കളെ ജീവിതത്തിലെ 20 മിനിറ്റാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ലൈഫിലെ 20 മിനിറ്റ്. അല്ലാതെ എല്ലാ ദിവസവും 20 മിനിറ്റ് അല്ല. നാളെ, അതായത് വെള്ളിയാഴ്ച ജൂലൈ 25-ാം തീയതി കൃത്യം 7:30 നമ്മുടെ വെബിനാറുണ്ട്. മക്കളെ ചെയ്യാൻ മറക്കരുത്. താഴെ കാണാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കയറി ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കുക. അത്ര മാത്രമുള്ളൂ. ബാക്കി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ നെയിം സാർ ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തരും, എങ്ങനെ ഇംഗ്ലീഷിൽ ഇനി മാർക്ക് കുറയാതിരിക്കുക എന്നുള്ളത്. സെറ്റല്ലേ മക്കളെ? അപ്പോൾ ജൂലൈ 25-ാം തീയതി വെള്ളിയാഴ്ച കൃത്യം 7:30 നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി അറിയിച്ചോളൂ. ബൈ ബൈ.